hearty welcome to all the viewers of Alapi Pathanamthitta YouTube channel. ഈ യൂട്യൂബ് ചാനലിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഇന്നത്തെ പാഠപഠനം നമുക്ക് ആരംഭിക്കാം. ഈ ആഴ്ചയ്ക്ക് നമുക്ക് പഠിക്കുവാനുള്ള പാഠത്തിൻ്റെ തലവാചകം അന്ത്യ നാളുകൾ, ദ ലാസ്റ്റ് ഡേയ്സ്. ഈ പാഠത്തിൻ്റെ മനഃപ്പാഠവാക്യം നമുക്ക് ഞാനൊന്ന് വായിക്കാം. അപ്പോൾ മനുഷ്യപുത്രൻ വലിയ ശക്തിയോടും തേജസ്സോടും കൂടെ മേഘങ്ങളിൽ വരുന്നത് അവർ കാണും. അന്ന് അവൻ തൻ്റെ ദൂതന്മാരെ അയച്ച് തൻ്റെ വൃതന്മാരെ ഭൂമിയുടെ അറുതി മുതൽ ആകാശത്തിൻ്റെ അറുതി വരെയും 4 ദിക്കിൽ നിന്നും കൂട്ടിച്ചേർക്കും. നമുക്കറിയാം, ഇത് അന്ത്യനാളുകളിൽ സംഭവിക്കുന്നതായ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ വരവിനോടുകൂടി സംഭവിക്കുന്നതായിട്ടുള്ള കാര്യത്തെക്കുറിച്ച് ക്രിസ്തു തന്നെ പറഞ്ഞ വാക്കുകളാണിത്. അപ്പോൾ ഈ അന്ത്യനാളുകൾ എന്നുള്ള ഒരു വലിയ പഠനമാണ്. അതിന് എസ്കറ്റോളജി എന്നാണ് പറയുന്നത്. എസ്കറ്റോളജി മീൻസ് എ ബ്രാഞ്ച് ഓഫ് തിയോളജി കൺസേൺ വിത്ത് ദ ഫൈനൽ ഇവൻറ്റ്സ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ദ വേൾഡ് ഓർ ഓഫ് മാൻകൈൻഡ്. മനുഷ്യരുടെ അവസാന കാലഘട്ടത്തെക്കുറിച്ചുള്ള പഠനം അല്ലെങ്കിൽ ഭൂമിയുടെ അവസാന കാലഘട്ടത്തെക്കുറിച്ചുള്ള പഠനം, ഇതിനെയാണ് നമ്മൾ എസ്കറ്റോളജി എന്ന് പറയുന്നത്. എന്നാൽ അത് ക്രിസ്ത്യൻ വീക്ഷണത്തിൽ നിന്ന് നോക്കുമ്പോൾ അതിന് അല്പം വ്യതിയാനമുണ്ട്. കാരണം ഭൂമിയുടെ അന്ത്യം അല്ലെങ്കിൽ മനുഷ്യരുടെ അന്ത്യത്തെക്കുറിച്ചുള്ള പഠനമാണ്. എന്നാൽ അതോടൊപ്പം തന്നെ അവിടെ അവസാനിക്കുകയല്ല, മറ്റൊരു യുഗം അല്ലെ മനുഷ്യവർഗത്തിൻ്റെ മറ്റൊരു യുഗത്തിൻ്റെ ആരംഭം കൂടെയാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു പുതിയ യുഗത്തിൻ്റെ ആരംഭം, ഒന്ന് അവസാനിക്കുന്നു, മറ്റൊന്ന് ആരംഭിക്കുന്നു. ഇതിനെയാണ് നമ്മളിവിടെ എസ്കറ്റോളജി എന്ന ടേമിലൂടെ പഠിക്കുന്നത്. അപ്പോൾ കർത്താവ് തൻ്റെ ഈ ഭൂമിയിലെ പരസ്യ ശുശ്രൂഷ അവസാനിക്കാറാകുന്നതായ സമയത്ത് ഈ ഭൂമി എപ്പോൾ അവസാനിക്കും എന്നുള്ളതിനെക്കുറിച്ച് ചില അടയാളങ്ങൾ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നാണ് ഈ ഭൂമി അവസാനിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഭൂമിയിലുള്ള ജീവിതം എപ്പോഴാണ് അവസാനിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള അടയാളങ്ങൾ ക്രിസ്തു അവരോട് പറഞ്ഞു കൊടുക്കുകയാണ്. 2 കാര്യങ്ങളാണ് ക്രിസ്തു ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അതിൽ ഒന്നെന്ന് പറയുന്നത് ഭാവിയെക്കുറിച്ച് ക്രിസ്തു മുൻകൂട്ടി പറയുകയാണ്. ഈസ് ഫോർടെല്ലിങ് അബൌട്ട് ദ ഫ്യൂച്ചർ. എന്ത് സംഭവിക്കുവാൻ പോകുന്നു എന്ന് ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുക്കുകയാണ്. രണ്ടാമത്തെ കാര്യം അതിലൂടെ ഉദ്ദേശിക്കുന്നത് വരുവാനുള്ള ശോധനകൾക്ക്, കഷ്ടങ്ങൾക്ക് അല്ലെങ്കിൽ പീഡനങ്ങൾക്ക് നാം എപ്രകാരം തയ്യാറായിരിക്കണം എന്നുള്ളതാണ് രണ്ടാമത്തെ. ഈ 2 കാര്യങ്ങളാണ് ക്രിസ്തു ഈ അവസാന കാലഘട്ടത്തിലെ അടയാളങ്ങളെക്കുറിച്ച് പറഞ്ഞതിലൂടെ ശിഷ്യന്മാർക്കും അതിലൂടെ നമുക്ക് ഓരോരുത്തർക്കും നൽകുന്നതായ ദൂത്. എന്നോട് ഞാൻ പറയാം, 1 ഭാവിയെക്കുറിച്ച് മുൻകൂട്ടി പറയുന്നു. 2 ഭാവിയിൽ നടക്കുവാൻ പോകുന്ന പീഡനങ്ങളിൽ അല്ലെങ്കിൽ കഷ്ടകാലത്ത് നാം എപ്രകാരം ആയിരിക്കണം അതിനെക്കുറിച്ചൊരു മുൻകൂട്ടിയുള്ള അറിവ് നമുക്ക് നൽകുകയാണ്. നമുക്ക് ഒന്നാമത്തെ പാഠഭാഗത്തേക്ക് പ്രവേശിക്കാം. വഴിപാടിലെ ചെറിയ നാണയങ്ങൾ. ഇത് നമുക്ക് അറിയാവുന്നതായ അല്ലെങ്കിൽ നമ്മൾ നിരവധി പ്രാവശ്യം പഠിച്ചിട്ടുള്ളതായുള്ള ഒരു അനുഭവമാണ്. ബൈബിളിലെ പ്രധാനപ്പെട്ട ഒരു സംഭവ വികാസമാണ്. ക്രിസ്തു യെരുശലേം ദേവാലയത്തിൻ്റെ ഭണ്ഡാരത്തിന് നേരെ ഇരിക്കുന്നതായ സമയത്ത് അനേകർ അവരുടെ കാണിക്കകളെ അർപ്പിക്കുന്നതിന് വേണ്ടി വരുന്നതായിട്ടുള്ള കാര്യം. അപ്പോൾ അത് എല്ലാവരും നോക്കി നിൽക്കെ ഓരോരുത്തർ അവരുടെ കാണിക്കകൾ കൊണ്ട് ഭണ്ഡാരത്തിൽ അർപ്പിക്കുകയാണ്. വലിയ ധനാഢ്യർ വരുന്നുണ്ട്. അവരുടെ ധനത്തിനനുസൃതമായി അവർ കാണിക്ക അർപ്പിക്കുന്നു. അതിലും അല്പം കുറഞ്ഞവർ കാണാം, അവരതനുസരിച്ച് ചെയ്യുന്നു. എന്നാൽ
അവിടെ ശ്രദ്ധ ആകർഷിക്കപ്പെട്ടത്, അല്ലെങ്കിൽ പ്രത്യേകിച്ചും ക്രിസ്തുവിൻ്റെ ശ്രദ്ധ ആകർഷിക്കപ്പെട്ടത് ആ വിധവയിലാണ്. വിധവ നമുക്കറിയാം കൊണ്ട് 2 കാശ് കർത്താവിന് കൊടുക്കുന്നതായിട്ടാണ് നാം കാണുന്നത്. അപ്പോൾ ഇവിടെ 2 കാശ് ഭണ്ഡാരത്തിൽ അർപ്പിക്കുന്നതായ വിധവയെ കണ്ടുകൊണ്ട് കർത്താവ് ശിഷ്യന്മാരോട് പറയുകയാണ്, ഏറ്റവും കൂടുതൽ കാണിക്ക അർപ്പിച്ചത് ആ വിധവയാണ്. അത് ശിഷ്യന്മാർക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. കാരണം വലിയ തുകകൾ സംഭാവന ചെയ്തവർ അതുവഴി കടന്നുപോയി. പിന്നെന്താണ് ക്രിസ്തു ഇങ്ങനെ പറയുന്നത് എന്നാണ് അവർ ആലോചിച്ചത്. അപ്പോഴാണ് ക്രിസ്തു അവരോട് പറഞ്ഞത്, അവരൊക്കെ അവരുടെ സമൃദ്ധിയിൽ നിന്നും കൊടുക്കുന്നു, എന്നാൽ ഈ സ്ത്രീയോ തൻ്റെ ദാരിദ്ര്യത്തിൽ നിന്ന് കൊടുക്കുന്നു. ഇതിനെക്കുറിച്ച് ഒത്തിരി എക്സ്പ്ലനേഷൻ പറയുന്നുണ്ട്. എങ്കിലും തൻ്റെ ദാരിദ്ര്യത്തിൽ നിന്ന്, തൻ്റെ ഇല്ലായ്മയിൽ നിന്ന് മുഴുവനായി കൊടുത്തു. അതാണ് ഒരുപക്ഷെ ആ സ്ത്രീയുടെ അന്നത്തെ ആഹാരത്തിന് വേണ്ടുന്നതായ ചില്ലിക്കാശുകളായിരിക്കണം ആ സ്ത്രീ കൊടുത്തത്. അപ്പോൾ അതുകൊണ്ടാണ് ക്രിസ്തു പറഞ്ഞത് അവളാണ് അധികം കൊടുത്തത് എന്ന് അവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു കാര്യം ചിന്തിക്കണം. നമ്മൾ പലപ്പോഴും ഞാനും നിങ്ങളുമൊക്കെ കാണിക്കകൾ അല്ലെങ്കിൽ ദശാംശമൊക്കെ അർപ്പിക്കുന്നതാണ്. പലപ്പോഴും ഈ ചെറിയ സംഭാവന പലരുടെയും മനസ്സിൽ പതിയുകയില്ല എന്നുള്ളതാണ്. എനിക്കറിയാം, വളരെ വ്യക്തിപരമായിട്ടറിയാം, പലരും വലിയ തുകകൾ കൊടുക്കുന്നവരോട് നാമൊക്കെ വലിയ സൗഹൃദം കാണിക്കുന്നു, അല്ലെ അവരാണ് വലിയ തുക കൊടുത്തത് എന്നുള്ള അഭിമാനത്തോടെ നാം പറയും. എന്നാൽ ചിലപ്പോൾ ചെറിയ തുക കൊടുത്ത ഒരു കൂലിപ്പണിക്കാരൻ അല്ലെങ്കിൽ ഒരു സാധാ തൊഴിലാളി അവൻ്റെ വരുമാനത്തിൻ്റെ 10% കൃത്യമായി കൊടുക്കുമ്പോൾ നാം അതിനെ വില കൽപ്പിക്കാറില്ല. കാരണം വലിയ തുക കൊടുത്തവരുണ്ട്. എന്നാൽ ഈ വലിയ തുക കൊടുത്തവർ നമ്മൾ ഓർക്കണം, അവർ വല്ലപ്പോഴുമാണ് കൊടുക്കുന്നത്. അവരുടെ മാസത്തിലെ ശമ്പളത്തിൻ്റെ 10% ആയിരിക്കില്ല കൊടുക്കുന്നത്. വർഷം ഏതെങ്കിലും ഒരു തുക അവർ കൊടുക്കും. നമ്മളതിനെ ഉയർത്തിപ്പിടിക്കുകയും ചെയ്യും. അത് ശബദ് ലംഘിച്ചുണ്ടാക്കിയ പൈസയായിരിക്കും കൊടുക്കുന്നത്. അതിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുകയും ചെയ്യും. ഇതല്ല ക്രിസ്തു ഇവിടെ കാണിച്ച ഉദാഹരണമെന്ന് പറയുന്നത്, നിന്റെ ദാരിദ്ര്യത്തിൽ നിന്ന് നീ പൂർണ്ണമായി കൊടുക്കുമ്പോൾ അതാണ് ഏറ്റവും വലിയ തുക. അതിനെയാണ് ദൈവം അനുഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായ കാര്യം. ഇനി അടുത്തത്, കല്ലിന്മേൽ കല്ല് ശേഷിക്കയില്ല. യെരുശലേമിലെ സംഭവവികാസങ്ങൾ കഴിഞ്ഞു. ക്രിസ്തുവും ശിഷ്യന്മാരും അടുത്തുള്ള മലമുകളിലേക്ക് പോകും. ആ മലമുകളിൽ ഇരുന്നു കൊണ്ട് ഈ യെരുശലേം ദേവാലയത്തിലേക്ക് നോക്കുകയാണ്. ആ കുന്നിൻപുറങ്ങളിൽ നിൽക്കുന്നതായ യെരുശലേം ദേവാലയം വളരെ മനോഹരമാണ്, ഗംഭീരമാണ്. പ്രത്യേകിച്ചും സൂര്യൻ്റെ ശോഭയിൽ അതിങ്ങനെ വെട്ടിത്തിളങ്ങുന്നുണ്ടായിരിക്കണം. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള യെരുശലേം ദേവാലയത്തെക്കുറിച്ച് നമുക്കറിയാം. ശലോമോൻ നിർമ്മിച്ചതായ യെരുശലേം ദേവാലയം, അതിൻ്റെ വിസ്തീർണവും കാര്യങ്ങളുമൊക്കെ നാം പഠിച്ചിട്ടുള്ള. എന്നാൽ ഇവിടെ പറയുന്നത് ഏതാണ്ട് 50 മീറ്റർ നീളവും 20 മീറ്റർ ഉയരവുമുള്ള യെരുശലേം ദേവാലയം, മനോഹരമായ കൊത്തുപണികളാൽ സൃഷ്ടിതമായ യെരുശലേം ദേവാലയം. അതിൻ്റെ ഏതാണ്ട് അതിൻ്റെ പൂന്തോട്ടത്തിന് 162 തൂണുകൾ ഉണ്ട് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏതായാലും ഈ മനോഹരമായ ദേവാലയം നോക്കിക്കൊണ്ട് ശിഷ്യന്മാർ കർത്താവിനോട് പറയുകയാണ്, ഈ എത്ര മനോഹരമായിട്ടുള്ള ദേവാലയം, എങ്ങനെയുള്ള കല്ലുകൾ, എങ്ങനെയുള്ള പണി, അതിശയിപ്പിക്കുന്നതായ ഈ ദേവാലയത്തെ അവർ അഡ്മയർ ചെയ്യുകയാണ്. അതിനെ സ്തുതിച്ചുകൊണ്ടാണ് ക്രിസ്തുവിനോട് പറഞ്ഞത്. അപ്പോഴാണ് ക്രിസ്തുവിൻ്റെ വായിൽ നിന്ന് വന്ന വാക്കുകൾ എന്താണ്? ഈ വലിയ കല്ല് കാണുന്നുവോ? ഇടിക്കാതെ കല്ലിന്മേൽ കല്ല് ഇവിടെ ശേഷിക്കയില്ല.
ക്രിസ്തു അവരോട് പറയുകയാണ്, ഇത് വളരെ മനോഹരമായതൊക്കെ കാര്യമൊക്കെ ശരിയാണ്, എന്നാൽ എന്താണ്, ഒരു ദിവസം വരുന്നു, ഈ വലിയ കല്ലുകൾ താനേ ഇടിഞ്ഞു പോകുന്നതായ ഒരു ദിവസം വരുന്നുണ്ട് എന്ന് ക്രിസ്തു അവരോട് പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ ഞെട്ടിക്കാണണം. കാരണം ഈ ദേവാലയം പടുത്തുയർത്തിയിരിക്കുന്ന കല്ലുകൾ എന്ന് പറയുന്നത് അത് വലിയ ടൺ ഭാരം ഉള്ള കല്ലുകളാണ്, അത്രയ്ക്ക് ഭാരമുള്ള കല്ലുകളാണ്. അതൊരു മനുഷ്യ ശക്തി കൊണ്ട് അത് കയറ്റി വെച്ച് പണിയുക എന്ന് പറയുന്നത് വളരെ ആയാസകരമാണ്. അത്രയ്ക്ക് വലിയ ഈ പണികളെയാണ് ക്രിസ്തു ഇവിടെ പറയുകയാണ്, കല്ലിന്മേൽ കല്ല് ശേഷിക്കാത്തതായ ഒരവസ്ഥ വരുന്നു. അപ്പോൾ ശിഷ്യന്മാർ ഇത് കേട്ടിട്ട്, പ്രത്യേകിച്ചും പത്രോസും അന്ത്രയോസും യോഹന്നാനും മറ്റൊരു ശിഷ്യനും ക്രിസ്തുവിൻ്റെ അടുക്കൽ ചെന്ന് വ്യക്തിപരമായി ചോദിക്കുകയാണ്, അല്ലയോ മശിഹ, അതെപ്പോഴാണ് സംഭവിക്കുന്നത്? അങ്ങ് ഈ പറഞ്ഞതായ ഈ സംഭവം എപ്പോഴാണ് സംഭവിക്കുന്നത് എന്ന് ക്രിസ്തുവിനോട് ചോദിക്കുകയാണ്. അവിടെയാണ് എസ്കറ്റോളജി സ്റ്റാർട്ട്സ്. എൻഡ് ടൈംസ്, അവസാനത്തെക്കുറിച്ചുള്ള ക്രിസ്തുവിൻ്റെ പഠിപ്പീരുകൾ അല്ലെങ്കിൽ പ്രവചനങ്ങൾ അവിടെ ആരംഭിക്കുകയാണ്. അവിടെ ക്രിസ്തു അവർക്ക് അനേകം മുന്നറിയിപ്പ് കൊടുക്കുന്നതായിട്ടാണ് നാം ആ ഭാഗത്ത് വായിക്കുന്ന മർക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അനേകം സിംറ്റംസ് ആൻഡ് സിഗ്നൽസ് ആർ ഗിവൺ ദേ. എന്തൊക്കെയാണ്? യുദ്ധങ്ങൾക്കുണ്ടാകും, യുദ്ധശ്രുതികളുണ്ടാകും, ഞാനാകുന്നുവെന്ന് പറഞ്ഞ് അനേകർ നിങ്ങളുടെ അരികിലേക്ക് വരും, ജാതി ജാതിയോട് എതിർക്കും, രാഷ്ട്രം രാഷ്ട്രത്തോട് എതിർക്കും. അതുമാത്രമല്ല, നിങ്ങൾക്ക് കുറേ ഉപദ്രവം ഉണ്ടാകുവാൻ പോവുകയാണ്. ന്യായാധിപന്മാർ നിങ്ങളെ ന്യായാധിപ സംഘത്തിന് മുൻപിൽ കൊണ്ടുവരും, നിങ്ങളെ പള്ളികളിൽ കൊണ്ടുവരും, നിങ്ങളെ അടിക്കും, നിങ്ങളെ അധിക്ഷേപിക്കും, തല്ലും. അങ്ങനെ വലിയ പീഡനങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകും എന്ന് ക്രിസ്തു അവരോട് പറയുകയാണ്, മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. കാരണം ക്രിസ്തു പോകുവാൻ സമയമായി. ഇനി നിങ്ങളുടെ ജീവിതമെന്ന് പറയുന്നത് ലൈഫ് ഈസ് നോട്ട് എ ബെഡ് ഓഫ് റോസസ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഏറ്റെടുക്കാൻ പോകുന്നതായ നിങ്ങളുടെ ഈ ജോലി അത്യന്തം ക്ലേശകരമായിരിക്കും എന്നാണ് ക്രിസ്തു അവരെ പഠിപ്പിക്കുന്നത്. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ക്രിസ്ത്യാനിയുടെ ജീവിതം ഇതുപോലെയാണ്, എപ്പോഴും സുഖകരമായിരിക്കില്ല. ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവൻ അനേകം പ്രയാസങ്ങളിലൂടെ, പ്രശ്നങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ കടന്നു പോകേണ്ടി വരും. നിങ്ങൾ പീഡിപ്പിക്കപ്പെടും, നിങ്ങൾ കുല ചെയ്യപ്പെടും, വിചാരണ ചെയ്യപ്പെടും, നിങ്ങളുടെ കുടുംബാംഗങ്ങൾ പോലും നിങ്ങളെ തള്ളിക്കളയും എന്നാണ് ക്രിസ്തു പറഞ്ഞത്. അപ്പോൾ ഓർക്കുക, ഓരോ സെവൻത് ഡേ അഡ്വൻറ്റിസ്റ്റുകാരനും ഒരു യഥാർത്ഥ സെവൻത് ഡേ അഡ്വൻറ്റിസ്റ്റുകാരനായി ജീവിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ അനുഭവം ഇങ്ങനെ ഉണ്ടാകും എന്ന് ക്രിസ്തു വളരെ മുൻകൂട്ടി നമ്മളോട് ഓരോരുത്തരുടെയും പറയുകയാണ്. എന്നാൽ അവസാനം പറയുന്നുണ്ട്, ഡു നോട്ട് ബി അഫ്രെയ്ഡ്, ഭയപ്പെടണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. പിന്നെന്താണ് അങ്ങനെ പറഞ്ഞത്? ജാഗ്രതയുള്ളവരായിരിക്കണമെന്നുള്ളതാണ്. നാം എല്ലാവരും ജാഗ്രതയുള്ളവരായിരിക്കണം. നമ്മുടെ ചുറ്റും നടക്കാൻ പോകുന്ന സംഭവങ്ങളെക്കുറിച്ച്, സംഭവ വികാസങ്ങളെക്കുറിച്ച് ഞാനും നിങ്ങളും വളരെ ബോധ്യമുള്ളവരായിരിക്കണം. അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കുന്നതായ സമയത്ത് നാം എല്ലാവരും പതറിപ്പോകും എന്നാണ് ക്രിസ്തു അവരെ പഠിപ്പിച്ചത്. അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പോകാം. ശൂന്യമാക്കുന്ന മ്ലേച്ഛത, ശൂന്യമാക്കുന്നതായ മ്ലേച്ഛത. മർക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 18 വരെയുള്ള വാക്യങ്ങളാണത്. എന്നാൽ ശൂന്യമാക്കുന്ന മ്ലേച്ഛത നിൽക്കരുതാത്ത സ്ഥലത്ത് നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ അന്ന് യഹൂദാദേശത്തുള്ളവർ മലമുകളിലേക്ക് ഓടിപ്പോകുക, അത് ശീതകാലത്ത് സംഭവിക്കാതിരിപ്പാൻ പ്രാർത്ഥിപ്പീൻ എന്നാണ് ക്രിസ്തു പറഞ്ഞത്. അപ്പോൾ എന്താണ് ഈ ശൂന്യമാക്കുന്നതായ മ്ലേച്ഛത? നിൽക്കേണ്ട സ്ഥലത്തല്ല അത് നിൽക്കുന്നത്, നിൽക്കരുതാത്ത സ്ഥലത്താണ് നിൽക്കുന്നത്.
ശൂന്യമാക്കുന്ന മ്ലേച്ഛത. ഇവിടെ നാം പഠിക്കുമ്പോൾ നമ്മൾ ദാനിയേൽ പ്രവചനവുമായി ഇത് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ദാനിയേലിൻ്റെ പ്രവചനം 29-ാം അധ്യായത്തിൻ്റെ 26-27 വാക്യങ്ങൾ, അതുമായി ഇത് കണക്റ്റ് ചെയ്താണ് നാം പഠിക്കേണ്ടത്. അവിടെ പറയുന്നത് 62 ആഴ്ചവട്ടം കഴിഞ്ഞ് അഭിഷിക്തൻ ഛേദിക്കപ്പെടും, പിന്നെ വരുവാനിരിക്കുന്ന പ്രഭുവിൻ്റെ പടജനം നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. അപ്പം നോക്കുക, ശൂന്യമാക്കുന്ന മ്ലേച്ഛത അവർ ദൈവാലയത്തിലിരുന്നു കൊണ്ട് തങ്ങൾ ദൈവത്തിൻ്റെ ജനം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രതിനിധികൾ എന്ന് സ്വയം അവകാശപ്പെടുന്നതായിട്ടുള്ള ഒരു കാഴ്ചയുണ്ടാകും. എന്ന് പറയുമ്പോൾ നമ്മളുടെ ക്രിസ്തീയ ഗോളത്തിൽ തന്നെ നാം ദൈവത്തിൻ്റെ ജനം എന്ന് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ദാസന്മാർ എന്ന് ചിന്തിക്കുന്നവർ പോലും ദൈവകൽപ്പനയ്ക്ക് എതിരായി നിൽക്കുന്നതായ നിമിഷങ്ങൾ ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഒരു വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ചൊല്ലുണ്ട്, സാത്താൻ പുരോഹിത വസ്ത്രം ധരിക്കുന്നു. സാത്താൻ പുരോഹിത വസ്ത്രം ധരിക്കുന്നു. അങ്ങനെ സാത്താൻ പുരോഹിത വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്നതായിട്ടുള്ള അവസ്ഥ എന്താണെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്ക് തന്നെ അറിയാം. അതിനെക്കുറിച്ചാണ് ഷേക്സ്പിയർ പറഞ്ഞത്, ഫെയർ ഈസ് ഫൗൾ ആൻഡ് ഫൗൾ ഈസ് ഫെയർ, ഫെയർ ഈസ് ഫൗൾ ആൻഡ് ഫൗൾ ഈസ് ഫെയർ. നന്മ തിന്മയും തിന്മ നന്മയുമായി വാഴുന്നതായ ഒരു അവസ്ഥ ഉണ്ടാകും എന്ന് പറയും. ഇവിടെ വീണ്ടും യെരുശലേം ദേവാലയം നശിപ്പിക്കപ്പെടുന്നതായ ആ സന്ദർഭത്തിലേക്ക് വരികയാണ്. അതായത് ശൂന്യമാക്കുന്ന മ്ലേച്ഛത എന്ന് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നെപ്പോളിയൻ്റെ ജനറൽ ടൈറ്റസ്, അദ്ദേഹം യെരുശലേം ദേവാലയത്തിൽ കടക്കുകയും യെരുശലേം ദേവാലയം തീയിട്ട് നശിപ്പിക്കുന്നതായിട്ടുള്ള നാം ചരിത്രത്തിലൂടെ കാണുന്നുണ്ട്. അപ്പോൾ വരുവാനിരിക്കുന്ന പ്രഭു എന്ന് പറയുന്നത് ഒന്ന് ഈ നെപ്പോളിയൻ്റെ ജനറലിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. കാരണം അദ്ദേഹമാണ് ദൈവത്തിൻ്റെ ആലയം നശിപ്പിച്ചത് എന്ന്. 2 എന്ന് പറയുമ്പോൾ സാത്താനാൽ നിയന്ത്രിതമായിട്ടുള്ള ഏത് വ്യക്തിയും അധികാര സ്ഥാനങ്ങളിൽ വരുന്നുവോ അവർ ശൂന്യമാക്കുന്ന മ്ലേച്ഛതയായിരിക്കും. അതേപോലെ തന്നെ വരുവാനിരിക്കുന്ന ഈ ലോകത്തിൻ്റെ പ്രഭുവും ആയിരിക്കും. സാത്താനാൽ നിയന്ത്രിതമാകുന്ന ഏത് അധികാരവർഗവും ഈ വരുവാനിരിക്കുന്ന പ്രഭു ആകുന്നു എന്ന് നമുക്ക് നിസ്സംശയം പറയുവാനായിട്ട് സാധിക്കും. ഇനി ഈ ശൂന്യമാക്കുന്ന മ്ലേച്ഛതയെക്കുറിച്ച് മറ്റൊന്ന് പറയുന്നുണ്ട്. അത് 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന എപ്പിഫാനസ എന്ന് പറയുന്ന വ്യക്തിയാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് ഒരിക്കലും വിശ്വസിക്കാൻ ഒക്കില്ല. കാരണം അദ്ദേഹം ജീവിച്ചിരുന്നത് കർത്താവായ യേശു ക്രിസ്തു ജീവിച്ചിരുന്നതിന് മുൻപാണ്. അപ്പോൾ നേരത്തെ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ഒരിക്കലും ക്രിസ്തു അങ്ങനെ പറയുകയില്ല. കാരണം ക്രിസ്തു മുൻകൂട്ടി കാര്യങ്ങളെയാണ് അവിടെ പറഞ്ഞു കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ തികച്ചും ദൈവജനത്തെ തെറ്റിലേക്ക് നയിക്കുന്നത് ആരാകുന്നുവോ അവരെ നമുക്ക് ശൂന്യമാക്കുന്ന മ്ലേച്ഛതയെന്നോ അല്ലെങ്കിൽ വരുവാനിരിക്കുന്ന പ്രഭു എന്നോ പറയുവാനായിട്ട് നിസ്സംശയം പറയുവാൻ സാധിക്കും. അതാരായാലും ശരി. ഇനിയും നമുക്ക് 4-ാമത്തെ ഭാഗത്തേക്ക് കടക്കാം. മഹാകഷ്ടകാലം. മർക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യമാണ്. ആ നാളുകൾ ദൈവം സൃഷ്ടിച്ച സൃഷ്ടിയുടെ ആരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ കഷ്ടകാലം വരും. ക്രിസ്തു എസ്കറ്റോളജി കണ്ടിന്യൂ ചെയ്യുകയാണ്. ഈ ലോകത്തിൻ്റെ അവസാനത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്.
പറഞ്ഞു കൊടുക്കുന്നതിൽ ഏതാണ്ട് അവസാന സിഗ്നൽ എന്ന് പറയുന്നത് എന്താണ്? ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ കഷ്ടകാലം വരും എന്നാണ് പറഞ്ഞത്. കഷ്ടകാലം വരും. നമ്മളിത് നോക്കുമ്പോൾ ഈ ക്രിസ്തീയ സമൂഹമെന്ന് പറയുന്നത് കാലാകാലങ്ങളിൽ കഷ്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഇസ്രായേൽ മക്കളുടെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ അവർ ഈജിപ്തിൽ അനുഭവിച്ചതായ കഷ്ടത, പിന്നീട് കാലഘട്ടം, അതിനുശേഷം 1ഉം 2ഉം നൂറ്റാണ്ടിലുണ്ടാകുന്നതായ വലിയ പീഡനം. അപ്പൊ ഇതെല്ലാം കാണിക്കുന്നത് ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ ക്രിസ്തു മത സഞ്ചാരികൾ അനുസരിക്കുന്നവർ അവർ നിരന്തരം പീഡനത്തിലൂടെ കടന്നു പോകുന്നു എന്നുള്ളത്. 1ഉം 2ഉം നൂറ്റാണ്ടിലെ പീഡനത്തെ കുറിച്ചാകുന്നുവോ ക്രിസ്തു അന്ന് പ്രവചിച്ചത് എന്നുള്ളത് വളരെ ഗൗരവമായി ചർച്ച ചെയ്യുന്നതായ ഒന്നാണ്. എന്നാൽ അതല്ല എന്ന് നമ്മുടെ സഭ പഠിപ്പിക്കുവാൻ ഉള്ള കാരണം ഇത് അവസാന കാലഘട്ടത്തിന് തൊട്ടു മുൻപ് സംഭവിക്കുന്നതായ കാര്യമാണ്. അവസാന കാലഘട്ടത്തിന് തൊട്ടു മുൻപായി സംഭവിക്കുന്നതായ കാര്യമാണ്. ഇവിടെ വലിയ കഷ്ടത്തിലൂടെ കടന്നു പോകും എന്ന് പറയും. ഇനിയും വരാൻ പോകുന്ന ഈ കഷ്ടം എന്ന് പറയുന്നത് അത് ഒരുപക്ഷെ തികച്ചും ഫിസിക്കൽ മാത്രം ആയിരിക്കില്ല, ശാരീരികം മാത്രമായിരിക്കില്ല, അത് മാനസികവും ബൗദ്ധികവുമാകാം. കാരണം ഇന്ന് നമുക്കറിയാം ഇലക്ട്രോണിക് യുഗമാണ്. അപ്പൊ ഈ ഇലക്ട്രോണിക് യുഗത്തിൽ നമുക്കുണ്ടാകുവാൻ പോകുന്ന കഷ്ടങ്ങൾ അല്ലെങ്കിൽ പ്രയാസങ്ങൾ, പീഡനമെന്ന് പറയുന്നത് നമ്മളെ ശാരീരികമായി മർദ്ദിക്കുന്നത് മാത്രമല്ല, അതും ഉണ്ടാകും. ഇന്ന് എല്ലാം നല്ല പറയുന്നത് അതും ഉണ്ടാകും. മറിച്ച് അത് മാനസികവും ബൗദ്ധിപരവുമായിട്ടുള്ള അനേകം പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാകുവാൻ പോകുന്നു എന്നുള്ളതാണ് നാം പഠിക്കുന്നത്. ഇവിടെ ഈ ഭാഗവും നാം പഠിക്കുമ്പോൾ ഇതും ദാനിയേൽ പ്രവചനവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് പഠിക്കുന്നത്. 2300 സന്ധ്യയും ഉഷസ്സും എന്നുള്ള വലിയ പ്രവചനത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നാം ഇവിടെ ഇതും പഠിക്കുന്നത്. ചെറിയ കൊമ്പിന്റെ പീഡനം ദാനിയേൽ 7-ഉം 8ഉം ഭാഗങ്ങളിൽ നാം കാണുന്നുണ്ട്. 7ഉം 8ഉം അധ്യായങ്ങളിൽ ചെറിയ കൊമ്പിന്റെ പീഡനത്തെ കുറിച്ച് നാം കാണുന്നുണ്ട്. അവിടെ കാലവും കാലാംശവും എന്ന് പറയുന്നുണ്ട്. കാലവും കാലാംശവും അത് കണക്ക് കൂട്ടുമ്പോൾ ഏതാണ്ട് 1260 ദിവസം, 1260 പ്രവചന ദിവസം എന്ന് പറയുമ്പോൾ 1260 വർഷത്തെയാണ് കാണിക്കുന്നത്. ഈ 1260 വർഷം എന്ന് പറയുന്ന ആരംഭിക്കുന്നത് 538 AD ആകുന്നു. അത് അവസാനിക്കുന്നത് 1798 AD-ലാണ്. അപ്പൊ ഇതുവരെ ജനം അല്ലെങ്കിൽ ദൈവത്തിന്റെ ജനത്തിന് ഒരു വലിയ കഷ്ടമാണ്, പ്രയാസമാണ്, പീഡനമാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് അവിടെ മനസ്സിലാക്കാൻ സാധിക്കും. ഈ പീഡനം മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഈ പീഡനം അധികം നീണ്ടു നിൽക്കുകയില്ല. ദൈവം അപ്പോൾ അവിടെ ഇടപെടും എന്നാണ് പറയുന്നത്. അത് ചുരുങ്ങും എന്നാണ് പറയുന്നത്. കാരണം ദൈവജനത്തിന് പിടിച്ചു നിൽക്കുവാൻ പറ്റാത്ത ഒരു അവസരം ദൈവം ഒരിക്കലും ഉണ്ടാക്കി കൊടുക്കുകയില്ല എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം. അപ്പൊ ഇവിടെ ഈ പീഡനം ആർക്കാണ് ഉണ്ടാകുന്നത്? ഇത് എല്ലാവർക്കും ഒന്നും പീഡനം ഉണ്ടാകത്തില്ല. പിന്നെയോ ദൈവകൽപ്പനയും യേശുവിങ്കലുള്ള വിശ്വാസവും കാത്തു സൂക്ഷിക്കുന്ന ആരായാലും ശരി അവർക്കാണ് പീഡനം ഉണ്ടാകുന്നത്. മറ്റുള്ളവർക്കൊന്നും ഈ പീഡനം, അല്ലെങ്കിൽ ക്രിസ്തീയ സഭയ്ക്ക് ഈ പീഡനം ഉണ്ടാകുകയില്ല. ഇന്ന് നമ്മളുടെ ചുറ്റും നമ്മൾ നോക്കുമ്പോൾ ഇത് എപ്പോൾ സംഭവിക്കും എന്ന് ക്രിസ്തു അന്ത്യകാലത്ത് സംഭവിക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും ഈ അന്ത്യകാലത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഏതാണ്ട് ആ ഒരു പോയിന്റിലേക്ക്
ഈ ലോക സംഭവങ്ങൾ വന്നുകൊണ്ട് ഇരിക്കുകയാണ് എന്നാണ് നാം കാണുന്നത്. കാരണം ഇത് ഒരിക്കലും ഒരു ഡെമോക്രാറ്റിക് സൊസൈറ്റിയിലെ ഇതുപോലൊരു പീഡനം ഉണ്ടാകും എന്ന് തോന്നുന്നില്ല, അല്ലെങ്കിൽ ഒരു സോഷ്യലിസ്റ്റ് സൊസൈറ്റിയിലും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. പിന്നെ എവിടെയാണ് ഉണ്ടാകാൻ പോകുന്നത്? ഇത് എൻ്റെ മാത്രം വീക്ഷണമാണ്. ഇതുണ്ടാകാൻ പോകുന്നത് ഒരു പക്ഷെങ്കിൽ എപ്പോഴാണോ ഈ രാഷ്ട്രവും മതവും തമ്മിൽ കൈകോർക്കുന്നത്, അങ്ങനെ രാഷ്ട്രവും മതവും തമ്മിൽ കൈകോർക്കുന്ന ആ സമയത്തായിരിക്കണം ഈ പീഡനം ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. കാരണം നമുക്ക് ഇന്ന് നോക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടുമുള്ള പല രാജ്യങ്ങളിലും മത ഗവൺമെൻറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു മുന്നോടിയാണ് ദേശീയവാദം എന്ന് നമ്മൾ കാണുന്നത്. നമ്മുടെ ഭാരതത്തിലായാലും നമ്മുടെ അടുത്തുള്ള അഫ്ഗാനിസ്ഥാൻ ആയാലും ബംഗ്ലാദേശ് ആയാലും പാകിസ്ഥാൻ ആയാലും ഇവിടെയൊക്കെയും ഇങ്ങനെയുള്ള ഒരു ഭരണം സംഭവിച്ചുകൊണ്ട് ഇരിക്കുക. ലോകരാഷ്ട്രങ്ങൾ എന്ന് ഈ ഒരു തലത്തിലേക്ക് വരുന്നുവോ, അന്ന് മതവും രാഷ്ട്രീയവും എപ്പോൾ കൈകോർക്കുന്നുവോ ആ സമയത്ത് ഈ പീഡനം ഉണ്ടാകും എന്നുള്ളതിന് സംശയം ഇല്ല. ഇനിയും മറ്റൊന്നുകൂടെ അവിടെ പറയുന്നുണ്ട്. ഈ പീഡന കാലത്ത് എന്താണ്? കള്ളപ്രവാചകന്മാർ എഴുന്നേൽക്കും. ക്രിസ്തു മുന്നറിയിപ്പ് കൊടുക്കുകയാണ്, കള്ളപ്രവാചകന്മാർ എഴുന്നേൽക്കും. ഞാൻ ക്രിസ്തുവാകുന്നു എന്ന് പറഞ്ഞ് അനേകർ നിങ്ങളുടെ മുൻപിലേക്ക് വരും എന്നാണ്. നമുക്ക് ദൈവജനത്തെ തെറ്റിക്കാനായിട്ടുള്ള എത്രയെത്ര മാർഗങ്ങളാണ് സാത്താൻ കൊണ്ടുവരുന്നത് നോക്കുക. മഹാകഷ്ടമുണ്ടാക്കുന്നു, പീഡനമുണ്ടാക്കുന്നു. ഇനി മറ്റൊരു സ്ഥലത്ത് ഞാനാകുന്നു ക്രിസ്തു എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ വരുന്നു. അപ്പോഴൊന്നും നിങ്ങൾ വഞ്ചിക്കപ്പെടരുതേ എന്ന് ആണ് ക്രിസ്തു പറയുന്നത്. അത് വളരെ പ്രസക്തമാണ്. കാരണം ആ ഒരു ലെവലിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ചിലർ കാണിച്ചുകൊണ്ട് ഞാൻ ക്രിസ്തുവാകുന്നു എന്ന് സ്വയം പറഞ്ഞില്ലെങ്കിലും പറയാതെ പറയുന്നതായ അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുക. അനേകർ ഇന്ന് ദൈവങ്ങളാകുന്നതായിട്ടുള്ള അവസ്ഥയിലേക്കും വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കർത്താവ് വളരെ മുൻകൂട്ടിൽ പറഞ്ഞത്, നിങ്ങൾ ഇതിലൊന്നിലും വഞ്ചിതരാകരുതേ എന്നാണ് ക്രിസ്തു പഠിപ്പിച്ചത്. അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പോകാം. മനുഷ്യപുത്രന്റെ വരവ്. മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 24 മുതൽ 32 വരെയുള്ള വാക്യങ്ങളാണ്. ആ കാലം കഴിഞ്ഞ ശേഷം സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും, ആകാശത്തു നിന്ന് നക്ഷത്രങ്ങൾ വീണുകൊണ്ടിരിക്കും, ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോകും. അപ്പോൾ മനുഷ്യപുത്രൻ വലിയ ശക്തിയോടും തേജസ്സോടും കൂടെ മേഘങ്ങളിൽ വരുന്നത് അവർ കാണും. അപ്പൊ ഇത് നാം പഠിക്കുന്നത് ഇത് നേരത്തെ സംഭവിച്ചിട്ടുണ്ട്. ആകാശത്തിലെ ശക്തികളാകുന്ന സൂര്യനും ചന്ദ്രനും ഒക്കെ പ്രകാശം തരാതിരുന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ വീണ്ടും പറയുകയാണ്, ആ കാലം കഴിഞ്ഞ ശേഷം, പീഡനത്തിന്റെ കാലം കഴിഞ്ഞതിന് ശേഷം എന്താണ്? സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശിക്കുകയില്ല, മാത്രമല്ല ആകാശത്തിന്റെ ശക്തികൾ ഇളകിപ്പോകും എന്ന് കർത്താവ് പറയുകയാണ്. അപ്പൊ ആ സംഭവങ്ങൾ സംഭവിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ, ഇതൊക്കെ കേൾക്കുമ്പോൾ എന്താണ്? നമ്മൾ ആരും പ്രത്യാശയില്ലാത്തവരായി മാറിപ്പോകരുതേ എന്നാണ് പൗലോസ് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുന്നത്. ലോകത്തിന്റെ അവസാനം സംഭവിച്ചുകൊണ്ട് ഇരിക്കുന്നതായ സമയത്ത് നമ്മുടെ വിശ്വാസത്തിന് കെടുതി വരുവാൻ പാടില്ല. അങ്ങനെ വരാതിരിക്കുന്നതിന് വേണ്ടിയാണ് ക്രിസ്തു ഇതൊക്കെയും മുൻകൂട്ടി നമ്മളോട് പറഞ്ഞു തന്നത്. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, എന്താണ്? സഹോദരന്മാരെ, നിങ്ങൾ മറ്റുള്ളവരെ പോലെ പ്രത്യാശയില്ലാത്തവരായി ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞാൻ പറയും. അപ്പം മരണം സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്നതായ കാര്യത്തെ കുറിച്ച് അദ്ദേഹം പറയുകയാണ്. നിങ്ങൾ ഭയപ്പെടരുത്. പീഡനമുണ്ടാകും, കഷ്ടപ്പാടുകൾ ഉണ്ടാകും,
പക്ഷേ അങ്ങനെ മരണമുണ്ടായാലും നിങ്ങൾ ഭയപ്പെടരുത്. നിങ്ങൾ ക്രിസ്തുവിലുള്ള പ്രത്യാശയുള്ളവരായി നിങ്ങൾ ഇരിക്കണം എന്നാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ നമ്മളോട് പറയുന്നത്. അങ്ങനെ പ്രത്യാശ ഉള്ളവരായി നാം ഇരിക്കുമ്പോൾ ഈ പീഡന കാലത്തിൻ്റെ അവസാനം, കാലം ചുരുങ്ങും, ഈ പീഡനം അധികം നിലനിൽക്കുകയില്ല. അപ്പോൾ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ ഭൂമിയിലേക്ക് ഇറങ്ങി വരും എന്നാണ് നമ്മളെ ഈ ഭാഗം പഠിപ്പിക്കുന്നത്. മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 24 മുതൽ 32 വരെയുള്ള ഭാഗങ്ങളിൽ അത് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ആ കർത്താവിൻ്റെ വരവ് അപ്പോൾ ആസന്നമാകും എന്നാണ് പൗലോസ് അപ്പോസ്തലൻ നമ്മളെ കൊരിന്ത്യരിലും അതേപോലെ തന്നെ ഗലാത്യരിലുമൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പൊ ആ ദിവസത്തിന് വേണ്ടി നാം എല്ലാവരും ഒരുങ്ങിയിരിക്കണം എന്നുള്ളതാണ്. കർത്താവ് ഇവിടെ പറയുകയുണ്ടായി, ഈ തലമുറ ഇത് കാണും എന്നൊരു അർത്ഥത്തിൽ ഇവിടെ പറയുന്നുണ്ട്. അവിടെ തലമുറയെ കുറിച്ച് പറയുന്നുണ്ട്. അത് അന്ന് ജീവിച്ചിരുന്ന തലമുറ മാത്രം ആയിരിക്കയില്ല, അത് മനുഷ്യവർഗം എന്നുള്ള തലമുറയെ കുറിച്ചായിരിക്കണം അവിടെ പറഞ്ഞിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഒരു കാര്യം വളരെ ശരിയാണ്, കർത്താവ് വീണ്ടും വരും. പക്ഷേ ആ ദിവസം ഏതെന്ന് ഇത് സ്വർഗത്തിലെ ദൈവമല്ലാതെ മറ്റാരും തന്നെ അറിയുന്നില്ല എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ദിവസത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുക എന്നുള്ളതാണ് മനുഷ്യരാശിയെ സംബന്ധിച്ചിടത്തോളം ചെയ്യേണ്ടതായ അവൻ്റെ ദൗത്യം. പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, പീഡനങ്ങൾ, പ്രശ്നങ്ങൾ ഇതൊക്കെ ഒന്നൊന്നായി വന്നുകൊണ്ടിരുന്നാലും നാം എന്ത് ചെയ്യണം? നാം പിൻപോട്ട് പോകരുതേ, നാം മുൻപോട്ട് തന്നെ പ്രത്യാശയുള്ളവരായിരിക്കണം എന്ന് ദൈവം നമ്മളോട് പറയുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളെ വാഴ്ത്തപ്പെട്ട ദൈവമേ, ഈ ഒരു വലിയ പാഠം അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയതോർത്ത് സ്തോത്രം ചെയ്യും. അങ്ങയുടെ വരവ് ആഗതമായിരിക്കുന്നു എന്ന് ഞങ്ങളെ അവിടുന്ന് പഠിപ്പിച്ചതോർത്ത് സ്തോത്രം. അങ്ങയുടെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ കർത്താവ് ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കും. അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ വഴി നടത്തണമേ. അങ്ങയുടെ വചനം കേൾക്കുന്ന എല്ലാ ദൈവമക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണം, അവിടുന്ന് വഴി നടത്തണം. യേശുവിൻ നാമത്തിൽ തന്നെ